അണ്ണാ റിക്വസ്റ്റ് അണ്ണാ പാടിക്കൊടുക്ക്. ആരെങ്കിലും ഈഗിളിനോട് മറ്റേ എന്താണ് മുൾച്ചെടി പാട്ട് പാടാൻ പറയോ? മുൾച്ചെടി പാട്ട് ഏതാണെന്നറിയോ? ഞാൻ കാണിച്ചുതരാം. ഹാനിയ പാടിയ പാട്ടാണ്. ഞാൻ മറ്റേ നമ്മളെ വീഡിയോയിലിട്ട പാട്ട്. അത് പാടാൻ പറയോ? പക്ഷെ ഈ മുൾച്ചെടി പാട്ട് പാടണം എന്ന് എനിക്ക് കേൾക്കണം എന്നുണ്ട്. ഈ പാട്ട് ഹാനിയ പാടിയ മുൾച്ചെടി. എന്താടാ പറയണേ? തെറ്റാട്ടല്ലേ പറയുന്നത്? ഈഗിളിന് പിന്നെ പുഷ്പൻ എന്നാണോ പുള്ളിക്കാരി പറയണേ? ഇങ്ങനെ പറയണം. ആണോ? അപ്പൊ അച്ഛനെ ഇങ്ങനെയാണ് വിളിക്കുന്നത് നീ വീട്ടില്? ആണോ? ആണോ? അല്ല. പിന്നെ അപ്പൊ ഈഗിൾ എന്നുള്ളത് ഈഗിൾ എന്ന് പറഞ്ഞ പോരെ? അല്ല പിന്നെ പാടിയടാ. എനിക്കത് അറിഞ്ഞൂടാ, പാട്ടൊക്കെ അറിഞ്ഞൂടാ. ഇവിടെ 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 എന്റെ അവള് ചോദിച്ചിട്ട് ഒരു പാട്ട് പാടി കൊടുത്തിട്ടില്ല ഇതുവരെ. എന്റെ തൊണ്ട വയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതായിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇത് പാടിക്കൊടുത്താ ഇന്ന് ഡിവോഴ്സ് ഉറപ്പാണ്. ജനിക്കുന്ന കുഞ്ഞിനെ പോലും കാണാൻ സമ്മതിക്കില്ല അവള്. ഒരു സംശയം വേണ്ട അതില്. ഞാൻ പഠിക്കാം ഉറപ്പായിട്ടും. പാട്ട് പഠിക്കാം. ചൂടെടുത്തിട്ടിരിക്കാനും നീ ഇത് കണ്ടോ? പൈസയുണ്ട്, നമുക്കിത് രണ്ടാക്കി നോക്കാം. പൈസയുണ്ട്. ഇതാ നീ എടാ വേറെന്തോ രണ്ടായടാ. എന്തോ ഇവിടെ വേറൊന്നും ഇല്ലല്ലേ? എന്തടാ എന്റെ പൊന്നടവ് രണ്ടണ്ടി. വേറെന്തോ രണ്ടായെന്നറിയാ. 91 മിസ് കോൾ ഫ്രം ഡാഡ്. വാട്ട് വാസ് ദാറ്റ്? അതെന്തോടെ പോയത്? അതിന്റെ ബ്രേക്ക് ലൈറ്റിന്റെ റേസ് ആണ് ഈ കാണുന്നേ. അതന്നെ വേറെ ബൈക്ക് പറന്നു പോയിരിക്കുന്നു. എന്റെ പള്ളി, അത് ഏത് വണ്ടിയത്? ബൈക്ക്. ഓ, ഞാൻ ഓർത്തൊരു കണ്ടെയ്നർ ലോറി വിത്ത് മറ്റേ ഷിപ്മെന്റ് കൊണ്ടുപോയിരിക്കും. കുറച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ ആയിട്ട് നിറച്ച ലോഡോടെ ഒരു വണ്ടി പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബൈക്കാണെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എനിക്ക് കാര്യം മനസ്സിലായത്. You see that poor kid begging for food. I want you to go to help him. Why you telling me? You are the God. Can't you help him directly? Want some cookies? My favorite. Hey you. Where are my hands? You can still eat the cookies. How can I eat without my hands? Can you eat with your mouth directly? See. So you have a mouth. You still need hands to help feed yourself. Oh, yende ammo. Endu kandada. Likewise, third, I am the God. I still need you to help feed them. കിട്ടുന്നടേ പുള്ളിക്കൊക്കെ ഇങ്ങനത്തെ കണ്ടന്റ് ഐഡിയ. എന്റെ പൊന്നോ, സമ്മതിക്കണം കേട്ടോ. വിഷയം പുള്ളിയുടെ കണ്ടന്റ്സ് എല്ലാം ഭയങ്കര കിടിലം. പക്ഷെ ലൈക്ക് പുള്ളി ശരിക്കും ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കേണ്ടത് പുള്ളിയാണ്. പുള്ളി കുറെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണുണ്ട്. ഇവിടുത്തെ മറ്റേ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യണ ഫാമിലികളൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ നോക്കുമ്പോ ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് കിട്ടണ്.
അതെങ്ങനെയാണെന്നാ ഞാൻ മനസ്സിലാകണേ. എന്റെ വീട്ടിലിരിക്കുന്ന സംശയം പൈസയും പോവും കളിയാ, നമ്മളുടെ പൈസയും പോവും. ഇത് സത്യകളിയാ. എടാ ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് എങ്ങനെയാ കിട്ടണേ? ഇൻഫ്ലുവൻസർ അവാർഡാ, ഫാമിലി വ്ളോഗർ അങ്ങനെയൊക്കെ പറഞ്ഞ അവാർഡ് കൊടുത്താൽ ഓക്കെയാണ്. ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നമുക്കാണെങ്കിലും നമ്മളാരെ എന്റെ അഭിപ്രായത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഗെയിമിംഗ് സ്ട്രീമർ അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയ സന്തോഷമാണ്. ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ ഭയങ്കര ശോകമാണ്. അത് പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇവർക്കൊക്കെ കിട്ടണേന്നാണ്. രഘുല എന്റെ ഒരു ഗെയിം ഉണ്ട്, പോളിയാ അയ്യാ ഒരു കളർ പ്രഡിക്ഷൻ ആണോ? കളർ പ്രഡിക്ഷൻ അല്ല, പിന്നെ വാണം പ്രഡിക്റ്റ് ചെയ്യണം. നമ്മളൊരു വാണത്തിന് തീ കൊടുക്കും, ആ വാണം മേലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മേലോട്ട് പോവോ താഴോട്ട് പോവോ അത് പ്രഡിക്റ്റ് ചെയ്യണം. വാണം മേലോട്ട് പോയാൽ നമ്മൾ ഇട്ട പൈസയുടെ ഇരട്ടി, വാണം താഴോട്ട് പോയാൽ വാണം താഴോട്ട് പോയാൽ അത് നമ്മുടെ വായില്. അതാണ് കളി. കളിക്കാൻ താല്പര്യം ഉണ്ടോ? കളിയാ ഈ വാണ പരിപാടിക്ക് ഞാനില്ല. ഞാനും പ്രൊമോട്ട് ചെയ്യാൻ പോണ ഇതൊക്കെ, ഞാനിതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പോണ്. ഞാനും ഇവരുടെ ഒക്കെ കൂടെ കിക്കിന്റെ ഒക്കെ കൂടെ ചേർന്ന് ഞാൻ പോണ കേട്ടാ. ഞാൻ നല്ല കിടിലൻ ഗെയിംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. നാളെ തൊട്ട് എന്റെ ലൈവില് സ്ക്രീനില് ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം പ്രൊമോഷൻസ് ഉണ്ടാവും. ഞാൻ ചെയ്യുവേട്ടാ. That is an 8K ഗെയിമിങ്ങോ? 8K, $8,000 TV. And this is the most maxed out PC that I could 3 ഗ്രാഫിക്സ് കാർഡോ? ഇത് possibly make. You guys already know where this is 4090. going. I had to make like a custom resolution. 7680 by 4320 at 120 hertz. Absolutely. PC യെ പറ്റി അറിയാവുന്ന ആർക്കെങ്കിലും ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ 2 ഗ്രാഫിക്സ് കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ ഈ 2 ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് ഒരേ സമയം ഒരു GPU അല്ല സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ 2 GPU വെച്ചാൽ ഇപ്പൊ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു GPU യൂസ് ചെയ്യാം, മറ്റേതിന് വേറൊരു GPU യൂസ് ചെയ്യാം. അങ്ങനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഗെയിംസിനൊരു GPU ഇതിനൊരു GPU അങ്ങനെയാണോ ചെയ്യണേ? ഗെയിമിനൊന്ന് സ്ട്രീമിനൊന്നായിരിക്കോ? അങ്ങനെയാണോ ചെയ്യാൻ പറ്റണേ? വേറെ മോണിറ്ററിന് വേറെ GPU, നമ്മുടെ മോണിറ്ററിന് ഈ GPU അങ്ങനെ കോൺഫിഗ് ചെയ്യാന്നോ? ഒന്ന് ഡിസ്പ്ലേ ഓപ്ഷന് വേണ്ടിട്ട് വെക്കാം. And on top of that, to get both 4090s to work together, I had to download this software that tricked the PC into thinking that this is 2 separate monitors. Hey, there's nothing else left to do. Let's play some games. There's only one game I know that upscales to 8K that well. It's Call of Duty. Oh my gosh. Nah, this 8K resolution is about to be stupid. Everything's on high, so the absolute max you can do. This thing is 100% gonna crash. I ain't scared. Yo! This is the crispiest gameplay I've ever seen. I'm like this close and I can't see a pixel. Not to mention maxed out, we're getting 70 frames. Dual 4090s is crazy. Real quick, let's see how many frames we. ഇതിന്റെയൊക്കെ മുമ്പിൽ കളിച്ചാൽ ഇത് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 8K റെസൊല്യൂഷനില് ഹൈയില് ഇത് സ്ട്രീമും കൂടെ ഇട്ടാ സ്പോട്ടില് സ്ഫോടനം സംഭവിക്കും. ഞാനൊക്കെ ഇവിടെ ലൈവ് ചെയ്ത ഒരു സൗണ്ട് കേൾക്കും, അപ്പൊ തന്നെ നിങ്ങൾ ആംബുലൻസിനെ വിളിച്ചോണം. മനസ്സിലായി? അല്ലാതെ നടക്കൊന്നുമില്ല. ഇത് പൊട്ടിത്തെറിക്കും ഇതൊക്കെ. 8K റെസൊല്യൂഷനില് ഇത്രയും മാക്സ്ഡ് ഔട്ട് ആയിട്ട് ഇപ്പൊ ഉള്ള കറന്റ്ലി ഉള്ള കാർഡ് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 4090 ഞാൻ ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് 4K സ്ട്രീം ചെയ്തിട്ട് എന്റെ ഇത് ഇല്ലാണ്ടായി. സത്യം പറഞ്ഞ എന്റെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാണ്ടായ കളിച്ച് തീർത്തില്ലെങ്കിൽ അടിച്ചു തിരി. പിന്നെ എടാ ഞാനും നീയായിട്ടൊരു ബന്ധവും ഇല്ല രഘുലേ. ഗൈസ് ഇന്നലെ 4000 രൂപയ്ക്ക് ഇവന് ഗെയിം മേടിച്ചു കൊടുത്ത്, ബ്ലാക്ക് മിത്ത് ഹൂക്കോങ്. ഞാൻ മേടിച്ചു കൊടുത്തതിന്റെ കണക്ക് പറയല്ല, അത് മേടിച്ചു കൊടുത്തിട്ട് അത് ഇതുവരെ അതിന് ഫസ്റ്റ് ബോസിനെ അടിച്ച് തീർത്തരും, 2 ബോസിനെ എന്തോ അടിച്ച്, എന്നിട്ട് അവിടെ നിർത്തിയേക്കാം. നീ അത് ലൈവ് ഇട്ട് കളിക്കണം, ലൈവ് ഇട്ട് കളിച്ച് തീർക്കണം. ലൈവ് ഇട്ട് കളിച്ചു തീർക്കണം. തീർത്തില്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടത്തേ ഇല്ല പിന്നെ ജീവിതത്തിൽ. POV ഇളയരാജ ലൈവ്. When the orchestra starts playing the violin. அவ்வளவுதான். போ பண்ணிக்கோ. நான் அவன் பின்னாடி சுத்துறேன். நான் அவனை பார்த்து பிடிச்சிருக்குன்னு சொன்னேன். நான் அவன் தோலை சாஞ்சி அழுத. ஓடி. பேசாத. விட்டு. அழாதே. அழாதே. ஓ. கல்யாணம் பண்ணி சந்தோஷப்படு. ஓடி. ஓ.
അതൊക്കെ ലൈവ് ഇപ്പൊ കേൾക്കണ ഉള്ള അളിയാ ഇപ്പൊ ഉള്ള അല്ല, ഇത് പിള്ളേർക്ക് അറിയാവോ? അല്ലടാ, ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് വേടന്റെ ഒരു റീല് കണ്ടായിരുന്നു ഞാൻ. അതായത് കലാപമണിയൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെയൊക്കെ ഒരു കൺസേർട്ട് ഒക്കെ നടക്കണമെന്ന് ആലോചിച്ച് നോക്കാൻ. സത്യമല്ലേ, കേരളമൊക്കെ കത്തുമല്ലേ? ഈ ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ ഇതാക്കണത് പോലെ ഒന്ന് നോക്കി, കലാപമണിയുടെ നാടൻ പാട്ടുകളൊക്കെ മറ്റേ കൺസേർട്ട് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞുള്ള ഒരു ഇത്, എന്റെ അമ്മ, മറ്റേ സ്റ്റേജും ഡിസ്പ്ലേയും മറ്റേ ക്രൗഡ് പോയോ, ആലോചിക്കാൻ തന്നെ വയ്യ എനിക്ക്. അമ്മോ, സത്യമല്ലേ, എന്തോരം പാട്ടുണ്ട് പുള്ളിയുടെ. അവര് പറയണ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു, അത് എങ്ങനെയായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് സത്യം പറഞ്ഞ. കോൺസേർട്ടിനാണോ പറയണേ? കോൺസേർട്ട് എന്നല്ലേ പറയണേ? എന്താണ് അത്? കൺസേർട്ട് ആണോ കോൺസേർട്ട് ആണോ? കോയിൻസിഡൻസാ? കോൺസേർട്ട്. ബുദ്ധിയില്ലാത്ത ആണുങ്ങളോട് നമ്മൾ അധികം സംസാരിക്കരുത്. അപ്പോഴേ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കണം ഇവനെയൊക്കെ. മോഹൻലാലിന്റെ ഹലോ അണ്ണാ. ഓ രായ പുതിയ സെർവർ കണ്ടുപിടിക്കണ്ടേ രായ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചിരിച്ച അണ്ണന്മാരൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സെർവർ കണ്ടുപിടിക്കാ രായ. അയ്യോ. Once they underestimated his acting skills and now he is one of the best in the entire nation. Mohanlal's friends sent the photo to the audition and he got selected. മോഹൻലാലിന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓഡിഷന് വിളിച്ചു. അങ്ങനെ അവിടെ ചെന്ന 4 പേരായിരുന്നു ജഡ്ജസ്. 2 ഡയറക്ടർമാർ ഇദ്ദേഹത്തിന് 100-ൽ 5 മാർക്കോ 6 മാർക്കോ കിട്ടി. അതായത് ഇദ്ദേഹം ഒട്ടും ശരിയാവത്തില്ല, ഈ മോന്ത വെച്ചോണ്ട് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ ഫാസിൽ സാറും ജിജോയും 96-ഉം 97-ഉം മാർക്ക്. അങ്ങനെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കും. 2000 രൂപയായിരുന്നു അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ. ആ പൈസ ഒരു അനാഥാലയത്തിന് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. സീൻ വിഷയം സത്യടാ. എന്നാലും ആദ്യത്തെ സാലറി ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന പൈസയൊക്കെ കംപ്ലീറ്റ്ലി ഒരു അനാഥാലയത്തിനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞല്ലേ. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. സത്യം. നീ എന്താ ക്ലാസ്സിൽ വരാൻ ഇത്ര ലേറ്റ് ആവുന്നേ? ടീച്ചർ ഒരു സമയമുണ്ട്, ആ സമയത്ത് വരാൻ പറ്റത്തുള്ളൂ, മനസ്സിലായ? നേരത്തെ ഒന്നും വരാൻ പറ്റത്തില്ല. സമയം ആ കൃത്യനിഷ്ഠ, ആ ഒരു സമയത്തേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ 10 മണി എന്ന് പറഞ്ഞാൽ 10:30 കഴിയും കേട്ടോ. അതങ്ങനെയാണ്, നമ്മൾ ഇത്രയും നാളായിട്ടുള്ളവരെ അറിയാമല്ലോ. 10 മണി എന്ന് പറഞ്ഞാൽ 10:30 ആവും, 10:30 എന്ന് പറഞ്ഞാൽ 11 മണിയാവും, 9 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റീലിലൊക്കെ കണ്ട് നേരെ ഒന്ന് ടീച്ചർമാരുടെ തിന്മാരി കോണയൊക്കെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് അടിച്ച് കിട്ടും. വീട്ടിൽ നിന്ന് അച്ഛൻ്റെ കിട്ടും, അമ്മയുടെ കിട്ടും, പിന്നെ ആകെ ഇതാവും, PTA മീറ്റിങ്ങിന് പണ്ണും, ഇതെല്ലാം കിട്ടും. അല്ലാതെ ഇതൊക്കെ റീൽസിൽ കാണാൻ കൊള്ളാം. ഇത് ലൈവ് വരുന്ന കാര്യമാണ് അവൻ പറയണത്. ഇതും കണ്ട് സ്കൂളിൽ ചെന്ന് മെസ്സിറക്കാൻ നിന്നാൽ നല്ലത് കിട്ടുമെന്നല്ലാതെ TC തന്ന് പറഞ്ഞു വിടും, വേറെ സ്കൂൾ കണ്ടുപിടിക്കേണ്ടി വരും. കോളേജിലും ഇത് തന്നെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് റീൽസ് കാണുക, ചിരിക്കുക, വിടുക. ഗ്യാങ് വർക്കുകൾ അപ്ഡേറ്റ് ഗ്യാങ് വർക്കുകൾ അപ്ഡേറ്റ് ചോദിക്കണം, എന്നത്തേക്ക് നടത്താം? അണ്ണാ, ഗാങ് വെഹിക്കിളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. താഴെ റോക്സിനെ കണ്ടില്ലേ? വണ്ടിയുടെ പണി കഴിഞ്ഞല്ലോ, മറ്റേ ഇതെല്ലാം നടന്നുള്ളൂ. വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി വീഡിയോ ഉണ്ട്, പിന്നെ ഇതും ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. സ്വർഗരാജ്യത്തിൽ ചോദിച്ചോ ഇപ്പൊ സാധനങ്ങളൊക്കെ കേറ്റാൻ പറ്റുമെന്ന് പറഞ്ഞോ? അത് മറ്റേ കാര്യം സംസാരിക്കണം, നമുക്ക് സംസാരിക്കാനുള്ള. അത് സംസാരിക്കാം. ഇന്ന് ഞാൻ ലൈവ് ആയിട്ട് വന്ന് സംസാരിക്കാം നമുക്ക്. ബാക്കി എല്ലാം സെറ്റ് ആണ്, അവര് എല്ലാം ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓൾ സെറ്റ്. നാളെ തന്നെ എന്തോടാ? റോക്സ് താഴെ ഇരിപ്പുണ്ട്, വേണം വലിക്കണോ? റക്സിനെ വിളിക്കും. റോക്സേ കേക്കാവോ?
റോക്സ് ഒക്കെ വഴിവെട്ടി ഓടി. റോക്സേ ഉണ്ട്. ഹലോ, പക്ഷേ ചെറിയ റോക്സിന്റെ അപ്ഡേറ്റ് എത്ര പെർസെന്റേജ് എന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞാ മതി. എന്തായി? ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. 80% കഴിഞ്ഞല്ലേ? ഓ, ഞാൻ ഇപ്പോഴും ഉറപ്പായിട്ട് പറയണ, നിങ്ങള് ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വെക്കണതല്ല. എല്ലാം കൈകൊണ്ട് ഇപ്പൊ ഒരു സ്പൂൺ ആയാൽ പോലും ആ സ്പൂണ് ഡെവലപ്പ് ചെയ്ത് പണിഞ്ഞതാണ് അതിന്റെ അകത്ത് വെച്ചേക്കണത്. ഒരു സ്ഥലത്തുനിന്ന് ഡീറ്റെയിൽ ലൈക്ക് വെച്ചിരുന്ന ഒരു സാധനത്തിന് എടുത്ത് റീപ്ലേസ് ചെയ്ത് വെക്കുന്നതല്ല. വണ്ടി ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, നമ്മൾ എന്തൊരു കാര്യം ആ പരിപാടിയിൽ വരുന്ന എല്ലാ ഇവന്റിലുള്ള പരിപാടി സ്വന്തമായിട്ട് ഇവനും ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി പണിഞ്ഞ സെക്കൻഡ് ഇവർ രണ്ടും കൂടി നിന്നിട്ടാണ് ഇത് രണ്ടും ചെയ്യണത്. വണ്ടി ഓരോ ഉറപ്പ് വരാം. ഇത് GTA 5-ലുള്ള പ്രോപ്സ് സാധനങ്ങളൊന്നും നമ്മൾ റീയൂസ് ചെയ്തിട്ടില്ല. എല്ലാം കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഓ, ഇതെനിക്ക് ഒരു പറ്റുന്നത് തരണം കേട്ടാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാ, എന്റെ ലൈഫില് ഞാൻ പറയാം, ഞാൻ ചെയ്തതിൽ ഏറ്റവും ബീസ്റ്റ് സാധനം, അത്ര എനിക്ക് പറയാനുള്ളൂ. ബീസ്റ്റ് മോഡാണോ? ബീസ്റ്റ് ആയിരിക്കും അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അത് അത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ച്, ഞാൻ ഇത്രയും ടൈം എടുത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത്രയ്ക്ക് രീതിയിൽ റിവീൽ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡേ ബീസ്റ്റ് ആയിരിക്കും. ഓ, സെറ്റ്. അത് മതി. വണ്ടി ഇതുപോലെ തന്നെയാണ് കേസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ നമ്മള് കൊണ്ടുവന്ന വണ്ടികൾ പോലല്ല ഒരെണ്ണം പോലും നമ്മൾ റിസോഴ്സ് ഡൗൺലോഡ് ചെയ്തോ ഈ പറയണത് പോലെ മറ്റേ പ്രീ വണ്ടി മേടിച്ചിട്ട് അതിൽ നിന്ന് പണിഞ്ഞു തുടങ്ങിയതല്ല. വണ്ടിയുടെ ഒരു നട്ടും ബോൾട്ടും തൊട്ട് എൻഡ് ഓഫ് ദ വണ്ടി നമ്മൾ കാണുന്നത് വരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഇവര്. അപ്പൊ ഗ്യാങ് ഡ്രസ്സും കഴിഞ്ഞില്ലേ? ഗ്യാങ് ഡ്രസ് കഴിഞ്ഞല്ലോ. ഹലോ, കഴിഞ്ഞല്ലോ. ഓക്കെ ബ്രോ. അപ്പൊ താഴെ പണിയെടുത്തോ, ഞാൻ അങ്ങോട്ട് വരാം. പറയടാ, വറ്റുകൂക്ക് പറ. ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് നോക്കിട്ട് വരാം. ഒരു 15. നിങ്ങൾ ഒരു കിലോ വെക്കാം, അപ്പോഴത്തേക്ക് ഞാൻ വരാം. രായ ഇത് കഴിഞ്ഞല്ലോ. നമ്മുടെ ഡ്രസ് ഞാൻ പറയാം, ഗ്യാങ് ഹൗസ് ഒഴിച്ച് ബാക്കി എന്താണ് ഗ്യാങ്ങിന് ആവശ്യമുള്ള അതെല്ലാം ഉണ്ട്. മനസ്സിലായോ? ഗ്യാങ് ഹൗസിന്റെ അപ്ഡേറ്റ് ഒഴിച്ച് ഒരു ഗ്യാങ്ങിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഗ്യാങ് ഹൗസ് ഓൾറെഡി ഇല്ലേ? അങ്ങനെയല്ല, ഞാൻ ഗ്യാങ് ഒരു അപ്ഡേറ്റ് ഇല്ല എന്ന് വെച്ചാൽ പുതിയതായിട്ട് പണിയുന്നില്ല. ഗ്യാങ് ഹൗസിന് ചേഞ്ചസ് ഒന്നും ഇല്ല. ഒരു ഗ്യാങ് ഹൗസ് ഒഴിച്ച് ബാക്കി എല്ലാം ന്യൂ ലെവലിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. മനസ്സിലായ? രായൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയി മാറി കഴിഞ്ഞു നമ്മുടെ ചാറ്റിൽ. ഇപ്പൊ ഇത്ര പേരുടെ മുമ്പിൽ രായൻ ഒരു 9,500 പേരെ ഇപ്പൊ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് രണ്ടുപേരെ രായൻ കൺവിൻസ് ചെയ്തു. അല്ല, ഞാൻ പറയട്ടല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? അതില്ല രായ, എനിക്ക് നിന്റെ ഇവന്റ് നീ ടിവിയുടെ ഇവന്റ് മാനേജറാണ്. നീ ടിവിയുടെ മെയിൻ ഇവന്റ് മാനേജറാണ്. നീ നടത്തിയ ഇവന്റുകളാണ് ടിവിയുടെ റിമാർക്കബിൾ ഇവന്റ്സ് അല്ല. അത് ഞാൻ ഉറപ്പായിട്ട് ഇപ്പോഴും പറയും. അത് ഞാൻ എവിടെയും പറയും. നീ ഏറ്റെടുത്ത് നടത്തിയ ഇവന്റ് മാത്രമേ ടിവിയുടെ 100% സക്സസ്ഫുൾ റേറ്റ് ഉള്ള ഇവന്റ്സ് ഉള്ളൂ. അതിലെനിക്ക് വിശ്വാസമാണ്. പിന്നെ അതെനിക്ക് ഉറപ്പുവരാൻ പറ്റും. അത് ഓഡിയൻസിന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. അതെ. അപ്പൊ നമുക്ക് അധികം ഡിലേ ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കേട്ടോ. ഇത് 80 പറഞ്ഞില്ല, ഇനി ഒരു 20 കൂടിയേ ഉള്ളൂ. അത് എന്താണ് ഇത്രയും ടൈം എടുത്തെന്ന് ആ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓഡിയൻസിന് മനസ്സിലാവും, അണ്ണനും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇതുവരെ നിങ്ങൾ രാനോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ എനിക്ക് ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടിയും കാണണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടില്ല. അതിന്റെ പണി കഴിഞ്ഞ് കുറെ ദിവസം ഞാൻ ഇതുവരെ കണ്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ കൂടെ എനിക്ക് കണ്ടാൽ മതിയെന്നാണ് എനിക്ക് ആഗ്രഹം. ടിവിയിൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഞാൻ പറയാം, ടിവിയിൽ കണ്ടിട്ടുള്ള ഞാന്, ബുലാന്, പിന്നെ സുനി, ഈ 3 പേര് മാത്രമേ എല്ലാ അപ്ഡേറ്റും കണ്ടിട്ടുള്ളൂ. ടിവിയിൽ വേറെ ഒരാൾ പോലും ഒരു ഇത് പോലും കണ്ടിട്ടില്ല. അപ്പം എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവരും ലൈവ് ഇട്ട ആ റിയാക്ഷൻ എനിക്ക് മനസ്സിലായി. എനിക്ക് അതാണ് സന്തോഷം. എല്ലാരും ആ റിയാക്ഷൻ, ഓഡിയൻസിന്റെ റിയാക്ഷൻ, നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും റിയാക്ഷൻസ് എനിക്ക് കാണണമെന്നുണ്ട്. അതാണ് എന്റേതായിക്കോട്ടെ, റോക്സിന്റെ ആയിക്കോട്ടെ, എല്ലാരും ഇത് ആഗ്രഹം അതാണ് സത്യം പറഞ്ഞത്. എല്ലാരും റിയാക്ഷൻ സെറ്റ്. ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോ ഉണ്ണിക്കണ്ണൻ മംഗളട, ഉണ്ണിക്കണ്ണൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ.
എന്താ പണിക്ക് വെക്കൂടെ, എന്തിനാ അങ്ങനെ ഇരുത്തണ്, എന്തിനാ അങ്ങനെ ഇരുത്തി ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും അവൻ പണിയെടുക്കും, കൊണ്ടുവന്ന് തരും, ഞങ്ങള് നന്നായിട്ട് നോക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ എന്ത് റിവാർഡാണ് പുള്ളിക്ക് കിട്ടാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. പലവരും പല രീതിയിലും പറയുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഞമ്മ ചെവിക്കൊള്ളണ്ട. അവനൊരാഗ്രഹമല്ലേ, അത് അവന്റെ ആഗ്രഹത്തിൽ അവന്റെ ഇഷ്ടം പോലെ പോട്ടെ. വേറെ എന്റെ അമ്മോ, മോനെ കുറിച്ച് അവൻ സമ്പാദിക്കുന്നുണ്ട്, വീട്ടുകാരെ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പേരൻസ്. അതുപോലെ തന്നെ അവന്റെ ഇഷ്ടത്തിന് അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ പോട്ടെ എന്ന് പറയുന്ന അച്ഛനും അമ്മയും. ഇതിൽ കൂടുതൽ എന്തുവാണ് അവന് വേണ്ടെന്ന്? ബാക്കി നമ്മൾ ഈ പുള്ളിയുടെ ചാറ്റിൽ പോയി തെറി വിളിക്കുന്ന 3-1 ഒരാൾക്ക് ഇത് 2 പോലും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു മോറൽ സപ്പോർട്ട് പോലും വീട്ടിൽ നിന്ന് കിട്ടാത്ത ആൾക്കാരായിരിക്കും. അവന്മാരായിരിക്കും അതിനകത്ത് പോയി കോണ പറയണേ. സത്യമല്ലേ ഇത്? വൃത്തികേടായിട്ടൊന്നുമില്ല. ഒരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുക, വീടി വലിക്കുക, കള്ളു കുടിക്കുക, അങ്ങനെ ഒരു വൃത്തികേട് എന്റെ മോനായിട്ട് പറയല്ല. അങ്ങനെ ഒരു വൃത്തികേട് ഇതിന്റെ പേരിലില്ല. അത് ഇവിടെ നാട്ടിൽ, ഇവിടെ നമ്മുടെ ഈ പരിസരം എല്ലാവർക്കും അറിയാൻ. പാവടാ. നിങ്ങക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഓണം RP ചെയ്തതിന്റെ അന്ന് കണ്ണാപ്പി പുള്ളിയെ വെച്ചൊരു RP ക്യാരക്ടർ കൊണ്ടുവന്നപ്പം അന്ന് ഞാൻ പുള്ളിയെ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു. എനിക്ക് അന്നൊന്നും പുള്ളിയെ കാണുമ്പോൾ വിഷമം. എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ തോന്നിയിട്ടുള്ളൂ, പുള്ളിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണേന്ന്. അന്നത്തെ ലൈവിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഓണത്തിന്റെ RPക്ക്. നിങ്ങളത് കണ്ടാൽ മതി, നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ബോട്ടം ഓഫ് ദ വേർഡിൽ എനിക്ക് തോന്നിയ കാര്യമാണ് പുള്ളിയുടെ ആഗ്രഹം ഒരു സീനെങ്കിൽ ഒരു സീൻ അത് നടക്കട്ടെ. പ്യുവർ സോൾ. സത്യമാടാ, സത്യം. ഇതെന്താ വിസ ബാർക്കയാ? ഇതെന്താ വിസയാ? ഇതെന്തൊരു സാധനം? വിസ്ക ബാർക്കയാ? ഇതൊക്കെ എന്തിരണ്ടി? എന്തിനാ പറയണേ? ഹലോ അതെന്തോ സാധനം? ഫുട്ബോള്? എടാ നീയൊക്കെ മണ്ടന്മാരാണടാ. ഞാൻ ഫുട്ബോൾ കാണാറില്ലടാ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഇവിടെ വന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളൊക്കെ വിചാരിക്കും ഇതാണ്. ഞാൻ ഇത് കാണാത്തൊരുത്തനാ. എന്റെ അടുത്ത് ഇത് വന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിതൊന്നും മനസ്സിലാവാത്ത ആളാണ്. ഞാൻ ഫുട്ബോൾ കാണാറില്ല. ഞാൻ മെനഞ്ഞാന്ന് എല്ലാരും ISLന് ഭയങ്കര ഹൈപ്പൊക്കെ തന്ന് ഞാൻ ഇരുന്ന് കണ്ട്. ഞാൻ ചെന്നപ്പോ ഞാൻ കളി കെട്ടപ്പം 1-0 ആയിരുന്നു. 1 ബാംഗ്ലൂരും 0 കേരളം. ഞാൻ കളി അങ്ങോട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോ ക്യാമറ ഒക്കെ ഭൂമി ഉലുക്കും പോലെ കുലുങ്ങണ്. അപ്പൊ ഉണ്ടാ കേരളം ഗോൾ അടിച്ച് 1-1 ആയി. എന്നാ പിന്നെ ലൈവ് അല്ലല്ലോ, ഇരുന്ന് കളി കാണാന്ന് വിചാരിച്ച് പ്ലേ ചെയ്ത് ഒരു കളി അങ്ങോട്ട് കണ്ടോണ്ടിരുന്നു. അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻജോയ് ചെയ്ത ഒരു കളി അങ്ങോട്ട് കാണാൻ പോയതും പടയെന്ന് തോറ്റ്. സ്റ്റേഡിയത്തിലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ്, എല്ലാരും ഇതായിട്ട് പോണ്. എന്റെ അവസ്ഥ അതോടെ പോയി. ഇനി അടുത്ത കളി വരുമ്പോ കാണാം. അടുത്ത് ഞാൻ പയ്യെ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ലീഗുകളൊക്കെ കണ്ട് ഞാൻ വലിയ ലീഗിലോട്ടൊക്കെ വരാം. വിഷയം. നീ ഫുട്ബോൾ കാണുമോ? ഞാൻ ഇപ്പൊ കാണാറില്ലേ. അല്ല നേരത്തെ കാണുമായിരുന്നോ? ഫസ്റ്റ് എപ്പോഴെങ്കിലും അല്ല നീ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നോ? ഞാൻ കളിക്കാറുണ്ടോ? എനിക്ക് അല്ല നീ ടീമിൽ കയറാൻ നിന്നല്ലേ? ഒരു 10 ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞു. അറിഞ്ഞൂടേ. എടാ നീ മറ്റേ ഫുട്ബോൾ ടീമിൽ കയറായിരുന്നേന്ന് പറഞ്ഞേ. അടിച്ചു പോയി. എന്നോട് പറഞ്ഞാണ് അവന് ചന്തയിൽ ചെരങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കേണ്ടവനായിരുന്നു. അവന്റെ ചന്തയിൽ ചെരങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കേണ്ടതാണ് അളിയ. ഞാൻ പരിചയപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞതാ. കണയാടി അണ്ണാ. സയൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ട്രൂ ഫ്രണ്ട്. When I eat shawarma without friends. अच्छी बात है, लेकिन दोस्तों को छोड़ के अकेले shawarma खाना ये तो सही नहीं है. शुभ रात्रि. ഇതെന്താ? ഇതെനിക്ക് മനസ്സിലായില്ല. ഷവർമേണ്ടത് ഷവർമേന് മനസ്സിലായില്ല? ഇല്ല. നിനക്ക് ബുദ്ധി ഇല്ലടാ. എക്സ്പ്ലെയിൻ. എടാ എന്തുവാന്ന് പറഞ്ഞാ ഇത് കണ്ട ഇല്ല, ഒന്നിനെ കാണണ്ട. അല്ല ഇവിടുന്ന് പറഞ്ഞുതരാം. അല്ല ഞാൻ ഡ്രാഗ് ചെയ്യുന്നേ ഉള്ളൂ. വെൻ ഐ ഈറ്റ് ഷവർമ വിത്തൗട്ട് ഫ്രണ്ട്സ്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലാത്തപ്പം ഷവർമ കഴിക്കുന്ന സാഹചര്യം. ഹിന്ദിയിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായി? അത് എനിക്ക് മനസ്സിലായി. ഹിന്ദിയിൽ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായി അഖിലിന്? എടാ ഹിന്ദി പിന്നെ നിനക്ക് അറിഞ്ഞൂടെ എത്ര നാളായിട്ട്? ഈഗിൾ അറിയാവോ?
അടുത്ത വീഡിയോ ലൂപ്പ്. ഈഗിൾ ബ്രോ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നു മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട്. എന്റെ കാർഡ് ഡിക്ലൈൻ ആണ്, അതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല വേണ്ടി പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കിയടാ. ഞാൻ അയച്ചു കൊടുക്കാൻ 350 രൂപ. ആയി 300 രൂപ ഞാൻ അയച്ചു കൊടുത്തോളാം. വേറെ ആർക്കാ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മളെ കായംകുളത്ത് നടന്ന ഒരു ഇടി ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്ന് ഈ കാറ് കൊണ്ടിട്ട് ഇടിച്ച്, ഈ കാറിന്റെ പുറകെ കൊണ്ടുവന്ന് ഈ KSRTC ഇടിച്ച്, പഞ്ചിന്റെ പുറകെ പോയി ഒരു പഞ്ച്. അതല്ല വിറ്റ്, ഇനി വിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇനിയാണ് വിറ്റ് വരുന്നത്. ഈ KSRTCയുടെ പുറകെ കൊണ്ടുവന്ന് ഈ വണ്ടി ഇടിച്ച്, കണ്ടില്ലേ, ഇടിച്ച് കയറ്റി വെച്ചേക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ പുറകെ കൊണ്ടുവന്ന് ഈ KSRTC ഇടിച്ച്, കണ്ട അതിന്റെ പുറകെ കാരൻസിന്റെ പുറകെ കൊണ്ടുവന്ന് തട്ട്. ഇനി ഇതിന്റെ പുറകെ ആരെങ്കിലും കൊണ്ടിടിച്ചാ ഇതാണല്ലേ ലൂപ്പ്. അതിന്റെ ഇടയ്ക്കും കൂടെ പ്രൈവറ്റ് ബസ് കൊണ്ടുവന്ന് ഇടയ്ക്കും കൂടെ കയറ്റി മൊത്തത്തിൽ ബ്ലോക്കായി. ഒന്നും പറയണ്ട, കൊറേ കൊള്ളാം. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയാ. ഓക്കെ, ഞാൻ ലാസ്റ്റ് എപ്പോൾ ലൈവ് വന്നത്, ലാസ്റ്റ് 1 മാസം മുന്നേ ലൈവ് വന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ പോകുന്നിട്ട് പോയത് ഓർമ്മയുണ്ടാവും. പോയി സ്വന്തം ഫാമിലി മുന്നിൽ ഡോറടച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ മുന്നിൽ ഡോറടക്കിയത്. പിന്നെ എന്തിനാണ് ഈ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, എന്ത് ഫെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും എന്താ കാര്യമാടാ. ഓക്കെടാ, ശരിടാ. മുടി ബുള്ളറ്റിന് ഒന്ന് ഫ്രണ്ട് ആടിയോ ഇപ്പൊ സ്റ്റീമില്? ഓ ബുള്ളറ്റിനൊന്നും ഇങ്ങോട്ട്. ബുള്ളറ്റ് സ്റ്റീമില് നിന്റെ ഐഡി എന്തുവാടാ? സ്റ്റീമിലെ ഐഡി എന്താ? എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് ഒന്നും അറിയാവോ? ഇൻകറക്റ്റ് CVV 3 വട്ടം ഞാൻ കറക്റ്റ് അടിച്ചിട്ട് ഇൻകറക്റ്റ് തന്നെ വരുന്നു CVV. എനിക്ക് അറിഞ്ഞൂടാ. ഒരു മിനിറ്റ്. സ്ട്രീമില് എന്താ പറഞ്ഞേ? ഇതെങ്ങനെയായിരുന്നു ആഡ് ചെയ്യുന്നേ? പേര് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൽ ആഡ് എ ഫ്രണ്ട്. 283 0904. ഇല്ല അത് ഫ്രണ്ട് കോഡ്, അത് സീനില്ല. അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലല്ല, ഞാൻ എന്റെ മറ്റേ പ്രൊഫൈൽ എടുക്കുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലടാ. മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സീനില്ല, ഇത് സീനൊന്നും ഇല്ല. വന്നോ ഈഗിളിന്റെ കോഡാണ് അത്. 4032 അതാണ് സംഭവം. ഇല്ല ഞാൻ ഇതാക്കാൻ വേണ്ടിട്ട് ഇത് ചെയ്തതാ. അപ്പൊ തൊപ്പി മരിച്ച്. ഓക്കെ, ഇനി തൊപ്പിയില്ല. എന്തൊക്കെ ഇതാണേലും മുടി വെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. തൊപ്പി ഇതാണ് നിനക്ക് ചേരുന്നത്. കാരണം പഴയ നിന്റെ കണ്ടോണ്ടായിരിക്കും എനിക്ക് ഈ മുടിയാണ് ഇഷ്ടം. പിന്നെ നിനക്ക് നിന്റെ ഫാമിലിയാണ് വലുതെന്ന് ഇപ്പം മൊമെന്റിൽ തോന്നുന്നുണ്ടെങ്കിൽ റൈറ്റ് ഡിസിഷൻ തൊപ്പി. ഗോ ഫോർ ഇറ്റ്. നമുക്ക് ചില സമയത്ത് അങ്ങനൊക്കെ ഓരോ ഇതൊക്കെ അടിക്കും. സത്യമായിട്ട് ചില സമയത്ത് ഓരോന്നൊക്കെ നമുക്ക് ഒരേ കാര്യം തന്നെ കുറെ നാൾ ചെയ്തോണ്ട്